ഒരിക്കൽ പോലും ഹോട്ടലുകൾ പോലും പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് ഇനി അങ്ങോട്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ആശങ്കയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പരിശുദ്ധ റമദാന്റെ മാസത്തിൽ ഒരു യുദ്ധമുണ്ടാവരുതേ, ഇത് അവസാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ. നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ എപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിലെ കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിക്ക് വേണ്ടിയാണ്. ആ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മനുഷ്യത്വത്തിന്റെ, ആ മാനവികതയുടെ സ്നേഹത്തിന്റെ, ഒന്നിച്ച് ഇരിക്കാനുള്ള ഇടിയടപ്പത്തിന്റെ ആ ഒരു വലിയ മാനവിക മൂല്യങ്ങളെയാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് തിരുവനന്തപുരം ആറ്റുകാൽ ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത KPCCയുടെ മെമ്പർ ശ്രീ റിജിൽ മക്കുട്ടി, അഭിമന്യനായ കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞതുപോലെ സമകാലിക സമൂഹത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന സത്വം അസ്തമിച്ചു പോകുന്ന കാലത്ത് വിശുദ്ധമായ റമദാൻ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് ഈ മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ അതിമഹത്തായ സന്ദേശമാണ്. ഒരു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ആ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട്, സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു മനുഷ്യന്മാരുടെ ആ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുക എന്ന അടിസ്ഥാനപരമായ സംഗതിയാണ് വിശുദ്ധ ഇല്ലാത്ത കുന്നായികയില്ലാത്ത കൂടേറ്റമില്ലാത്ത കരളുകൾ Hola.